ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഞാൻ കുറച്ച് മുന്നേ ഒരു കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷ് പറഞ്ഞു അത്രേ അനുമോളും ജിസേലും തമ്മിൽ ഇവിടെ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ടെന്ന്. സത്യത്തിൽ അത് ശരിയാണ്. ആലോചിച്ച് നോക്കിയാൽ കറക്റ്റ് ആണല്ലേ. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അനുമോൾ ജിസേൽ പ്രശ്നം തന്നെയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ടാസ്കിൽ അവർ പറഞ്ഞു ഞാൻ സേഫ് ഗെയിം കളിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങളൊന്നും എനിക്കൊരു വിഷയമേ അല്ല. കാരണം ഇതിനേക്കാളും ഞാൻ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെയാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. എന്നെ ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കരച്ചിൽ കാർഡ് ഇറക്കണമെന്നോ ഫാമിലി കാർഡ് ഇറക്കണമെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു തേങ്ങാ കൊലയുമില്ല എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുന്നത് കരഞ്ഞുകൊണ്ടാണ്. സോ അതാണ് അനുമോൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7 നാൾക്ക് നാൾ സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് അനുമോളെ തോന്നുന്നത്. അനുമോൾക്ക് ഗെയിം കളിക്കാനും അറിയാം, അവരുടെ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് മറ്റു മത്സരാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു എതിരാളിയായിട്ട് അനുമോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. മാത്രമല്ല അനുമോൾ തന്നെ സ്വയം പ്ലേസ് ചെയ്യുന്നത് പലരും ശ്രദ്ധിക്കില്ല. അതുകൂടി നോക്കിയാൽ മതി. അനുമോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊക്കെ ജിസേലിനെ പേടിയായിരിക്കും, എനിക്ക് പേടിയില്ല. ഇവരാരും എന്താണ് പ്രതികരിക്കാത്തത്? അവർക്ക് ജിസേലിനെ പേടിയാണോ? നിങ്ങളാരും എന്ത് പ്രതികരിക്കാത്തത്? ഇവൻ രേണു സുധീരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ പ്രതികരിക്കാത്തത്? ചേച്ചിക്ക് അവളെ പേടിയാണോ? എനിക്ക് പേടിയില്ല. ഈ ഒരു സാധനം അനുമോൾ എപ്പോഴും പറയും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും പേടിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ മടിക്കുന്ന ജിസേലിനോട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് അനുമോൾ. എന്ന് വെച്ചാൽ അനുമോളെ ബിഗ് ബോസ് വീട്ടിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരുടെയും മുകളിൽ തന്നെയാണ്. സോ അനുമോൾക്ക് ഗെയിമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതേ സമയത്ത് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അനുമോളുടേത്. അവർ കരയുന്നതൊക്കെ പലപ്പോഴും റിയൽ ആണ്. എല്ലാം ഡ്രാമയായിട്ടൊന്നും തോന്നാറില്ല, ചിലതൊക്കെ ഡ്രാമയാണെന്ന് തോന്നാറുമുണ്ട്. പക്ഷെ കൂടുതലും ഈ അനുമോളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് രണ്ട് ഡയലോഗ് പറയും, പിന്നെ കണ്ണീര് തുടച്ചിട്ട് വീണ്ടും ചിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ നമ്മളൊക്കെ നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. അതായത് പെട്ടെന്ന് ഇമോഷണൽ ആവും, പെട്ടെന്ന് അവരുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്ന് മാറും. നിമിഷ നേരം കൊണ്ട് തന്നെ ഇവരപ്പോൾ കരഞ്ഞത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്ക് തോന്നും. ആ തരത്തിലാണ് അവർ പെരുമാറുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു അനുമോള്. അത് അനുമോൾക്ക് വളരെയധികം ഗുണം ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. ഒരിക്കലും അനുമോൾ ഒരു വെറും ഡ്രാമ ക്യൂൻ മാത്രമാണെന്നോ അല്ലെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കുന്ന ആളാണെന്നോ ആരും പറയില്ല. കാരണം അനുമോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അവിടെ. അനുമോൾ വിക്ടിം കാർഡ് ഇറക്കും, ഡ്രാമയും കാണിക്കും, ഫൈറ്റും ചെയ്യും, ചിരിക്കുകയും ചെയ്യും, ടാസ്കും ചെയ്യും, അതുപോലെ ഫണ്ണുമാണ്. എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. സോ അനുമോള് ഗെയിമിലോട്ട് ഒരു രക്ഷയില്ലാതെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് അനുമോളുടെ ഗെയിം എന്നുള്ളത് അവിടെ ആർക്കും മനസ്സിലായിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഗെയിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മത്സരാർത്ഥി അവിടെ എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഇടപെടുന്നു, അതാണ് അവരുടെ ഗെയിം. ചിലർ പ്ലാൻ ചെയ്ത് വന്ന് നിൽക്കും, ചിലർ നാച്ചുറലായിട്ട് പെരുമാറും. അവരവിടെ ചെയ്യുന്നത് എന്തോ അത് തന്നെയാണ് ഗെയിം. അതാണ് അവരുടെ ഗെയിം. അവർ തന്നെയാണ് ഗെയിം. അത് അങ്ങനെ നോക്കുമ്പോൾ അനുമോള് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഓരോ ദിവസം കഴിയും തോറും പോകുന്നതായിട്ടാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.